നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിനായിട്ടൊരു ബൗളിലേക്ക് 200 ഗ്രാം ചിക്കനും ഒരു സവാളയുടെ പകുതിയും 2 പച്ചമുളകും ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം 3 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ട് എടുത്തിട്ടുള്ളതും ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പിന്നെ 1/4 ടീസ്പൂൺ സോയാ സോസ്, പാകത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. റെഡിയാക്കി വെച്ചതിൽ നിന്നും ചെറിയ ഓരോ ബോൾസാക്കി ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒരു സ്റ്റിക്ക് കുത്തി കൊടുത്ത് ഇതുപോലെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് വട്ടത്തിൽ പരത്തിയെടുക്കാം. ഇതേ രീതിയിൽ എല്ലാതും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു ബൗളിൽ ഒരു കോഴിമുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കൂടെ തന്നെ വേറൊരു പാത്രത്തിൽ സമോസ ലീഫ് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 4 സമോസ ലീഫ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ സ്റ്റിക്കും ആദ്യം മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ സമൂസ ലീഫിലൊന്ന് പൊതിഞ്ഞെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കവറായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.